ലൈവ് അറ്റ് 6 സ്വാഗതം. തലക്കെട്ടുകൾ. തിരുവനന്തപുരം മണക്കാട് ഫ്ളാറ്റ് കവർച്ചയിൽ 4 പേർ പിടിയിൽ. നഗരസഭാ ജീവനക്കാർ ചമഞ്ഞ് വയോധികയുടെ സ്വർണം കവർന്നത് 5 അംഗ സംഘം. പിടിയിലായവരിൽ കൊലക്കേസ് പ്രതിയും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് കവർന്നത് ജീവനക്കാരൻ തന്നെ. ഇളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി അച്ഛൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ. പെൺകുട്ടി 1 വർഷത്തോളം പീഡനത്തിനിരയായി. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനശ്വരതയുടെ കുഞ്ഞുമാലാഖ ആലിൻ ഷെറിന് വിട നൽകുക പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവിൻ സംസ്കാരം നാളെ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകൊടുത്തു. ആലിന്റെ 2 അവയവങ്ങൾ 2 കുഞ്ഞുങ്ങൾക്ക് നൽകി. ശസ്ത്രക്രിയ വിജയം. കണക്കുകൂട്ടലുകൾ തെറ്റിയ അയ്യപ്പ സംഗമത്തിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയിട്ടില്ല. നന്ദഗോവിന്ദത്തെ പരാമർശിച്ചത് പിശക്. കോടതിയെ അറിയിച്ചതിലും തെറ്റിയെന്ന് വിശദീകരണം. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് പറയാമെന്ന് മന്ത്രി വാസവൻ. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ബംഗ്ലാദേശിനെ ഉദാഹരിച്ച് UDF-ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ബംഗ്ലാദേശികൾ അവരെ തഴഞ്ഞത് ഇവിടെയുള്ളവർക്ക് പാഠം. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു അനുഭവ പാഠമാകേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. എല്ലാം പുറത്തു പറയാൻ പറ്റില്ലല്ലോ എന്ന് ബുഖാരി തങ്ങളുടെ പ്രതികരണം. സമസ്ത AP വിഭാഗം സമ്മേളനം കോട്ടക്കലിൽ. വീണ്ടും പിളരാതിരിക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ സമവായ നീക്കങ്ങൾ ചടുലം. റോഷി പറഞ്ഞതിൽ തെറ്റില്ല, സഹോദരതുല്യനെന്ന് ജോസ്. പക്ഷേ പാർട്ടിക്കുള്ളിലാകെ ആശയക്കുഴപ്പം. ജോസ് പാലായിൽ ജയിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഓരോ നീക്കവും നിരീക്ഷിച്ച് UDF. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു. മജിസ്ട്രേറ്റിന് വിദേശത്തിരുന്ന് രഹസ്യമൊഴി നൽകി 3ാം കേസിലെ പരാതിക്കാരി. രാഹുലിനെ അകത്താക്കിയ കേസിലെ യുവതിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം മണക്കാട്ടെ കവർച്ചയിൽ സംഘത്തിൽ ആകെ ഉണ്ടായിരുന്നത് 5 പേർ. 4 പേർ പിടിയിലായി. ഇതിൽ 2 പേർ സ്ത്രീകളാണ്. ഒരാൾ കൊലക്കേസ് പ്രതിയാണ്. ഇന്നലെ ഏകദേശം ഒരു 11 മണിയോടെ കൂടി ഒരു വീട്ടിൽ കയറി 4 പേര് കൊണ്ട സംഘം, ഒരു സ്ത്രീ അടക്കം 3 പുരുഷന്മാരടക്കം 4 പേര് കൊണ്ട സംഘം ഡേ ടൈമിൽ റോബറി നടത്തിയിട്ട് 75 ഗ്രാം സ്വർണ്ണമുള്ള സ്വർണ്ണ ആഭരണങ്ങൾ കവർന്നു പോയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് വിവരം വന്നിരുന്നു. ഉടൻ തന്നെ നമ്മളുടെ DCP-യും ACP-യും ഇവിടുത്തെ ഇൻസ്പെക്ടർ മറ്റേ ഈ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഒരു ടീമായിട്ട് അന്വേഷണം തുടങ്ങുകയും പിന്നെ അവർ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഒടുവിൽ പ്രതികളെ ഇന്നലെ വൈകുന്നേരം കൂടി ഐഡൻറ്റിഫൈ ചെയ്യുകയും രാത്രിയോടെ കൂടി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്വർണം റിക്കവറി നടത്തിയിട്ടുണ്ട്. കുറച്ച് സ്വർണം പണയം വെച്ച് പൈസയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിക്കവറി, ബാക്കിയുള്ള സ്വർണം റിക്കവറി നടത്താനുണ്ട്. ഇനിയും ഒരു പ്രതി ഉണ്ടെന്നാണ് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 പ്രതിയാണോ അതൊക്കെ കൂടുതൽ ഉണ്ടോയെന്ന് ഇനിയും അന്വേഷണം പൂർത്തിയാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇപ്പോൾ 4 പ്രതികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ച പ്രതികളുടെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പ്രതിക്ക് ഒരു 9 കേസുകളുണ്ട്. മറ്റൊരു പ്രതിക്ക് ഒരു 3 കേസുകളുണ്ട്. ഒരു സ്ത്രീയാണ്, 2 സ്ത്രീയാണ് ഇതിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് 3 കേസുകളുണ്ട്. മർഡർ കേസ് അടക്കമുണ്ട്. ഒരു പുരുഷനായിട്ട് വന്നിട്ടുള്ള പ്രതിക്ക് 9 കേസുകളുണ്ട്. മറ്റൊരു പ്രതിക്ക് 2 കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണ്. ഇത് കൃത്യമായിട്ട് മുൻപ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഒരു ഗൂഢാലോചന നേരത്തെ നടത്തി ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കുറ്റം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
മണക്കാട് വയോധികയെ ആക്രമിച്ച് ശാരീരികമായി കീഴ്പ്പെടുത്തി ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന കേസിലാണ് ഇപ്പോൾ 4 പേരെ തിരുവനന്തപുരം സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രത്യേക സംഘമാണ് ഇതിന്റെ അന്വേഷണം നടത്തിയത്. അങ്ങനെ വളരെ വിദഗ്ധമായാണ് ഇവരെ കുടുക്കിയിരിക്കുന്നത്. അതായത് വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. ഒരാളുടെ പേരിൽ 9 കേസുകളുണ്ട്, മറ്റൊരാളുടെ പേരിൽ 3 കേസുകളുണ്ട്. ഇതിൽ ഒരു സ്ത്രീ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. 4 പേരാണ് ഇതിനോടകം പിടിയിലായിരിക്കുന്നത്. ശേഷിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന പേരിലാണ് അവർ ഈ മോഷണം നടന്ന സ്ഥലത്ത് എത്തി ഈ വീട്ടമ്മയോട് ഹരിതകർമ്മ സേനാംഗങ്ങളെന്ന് പരിചയപ്പെടുത്തി അവർ പുറത്തേക്ക് വന്നപ്പോൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വർണം മോഷ്ടിക്കുകയായിരുന്നു. ഇതേ ശൈലി തന്നെയാണ് ഈ മോഷണത്തിന് വേണ്ടി ഇവർ സ്വീകരിക്കുന്നത്. ഇവരുടെ ഒരു മോഡസ് ഓപ്പറണ്ടി ഇത്തരത്തിലാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവർ കവർച്ചാ ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് ഈ സംഭവം നടന്ന വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ഇവരുടെ തട്ടിപ്പ് രീതിയെക്കുറിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളടക്കം ജാഗരൂകരായിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. കാരണം തനിച്ച് താമസിക്കുന്ന ആളുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അത്തരം വീടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ സേനയുടെയും മറ്റേയും പേരുകൾ പറഞ്ഞ് വീടുകളിൽ കയറിപ്പറ്റുകയും അങ്ങനെ കയറിപ്പറ്റിയ ശേഷം പെട്ടെന്ന് കീഴ്പ്പെടുത്തി മോഷണം നടത്തുകയും ചെയ്യുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് അനശ്വരതയുടെ കുഞ്ഞുമാലാഖയായ ആലിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആലിൽ നിന്ന് സ്വീകരിച്ച അവയവങ്ങൾ മറ്റ് 2 കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിച്ചു. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്നും മുഖ്യമന്ത്രി കുറിച്ചു. ആലിന്റെ മാതാപിതാക്കൾ എടുത്ത തീരുമാനം മഹത്തരമാണ്. 5 പേർക്ക് പുതുജീവിതം ലഭിക്കും. ആലിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചെന്ന് ആരോഗ്യമന്ത്രിയുടെ കുറിപ്പും വന്നു. കുഞ്ഞിന്റെ സംസ്കാരം നാളെ മല്ലപ്പള്ളിയിൽ നടക്കും. വി അരുൺ ചേരുന്നു. അരുണ്, ഇപ്പോൾ അല്പം മുമ്പാണ് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം, ഔദ്യോഗിക ബഹുമതി നൽകുന്നതിനുള്ള ഉത്തരവടക്കം ഇറങ്ങിയത്. ഇതിന് നമുക്കറിയാം കേരളം മുഴുവൻ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ സംഭവിച്ചു. എന്താണിപ്പോൾ സർക്കാർ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ? ഔദ്യോഗിക ബഹുമതികളുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കും അതിനുള്ള ഉത്തരവാണ് ഇറങ്ങിയത്. അതായത് സമാനതകളില്ലാത്ത ത്യാഗമാണ്, അല്ലെങ്കിൽ ആ ഒരു സന്മനസ്സാണ് ആലിന്റെ മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടായത്. വലിയ ദുഃഖം, തീരാ വേദനയിലും അവർ തങ്ങളുടെ കുഞ്ഞ് ഈ കൂടുതൽ പേർക്ക് ജീവിക്കാനുള്ള അവസരം വഴിയൊരുക്കുകയാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന തീരുമാനത്തിലേക്ക് കുടുംബം പോയി. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം ദുഃഖത്തിലായിരുന്നു ആ അമ്മയും അച്ഛനും. പക്ഷെ അപ്പോഴും അവർ ഈ ഒരു തീരുമാനമെടുത്തു. അത് വലിയ അനുഗ്രഹമാണ് മറ്റു കുരുന്നുകൾക്ക് ഉണ്ടാക്കിയത്, അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയത്. ഏതായാലും അതിനെ സർക്കാർ ആ രീതിയിൽ ആദരിക്കുകയാണ്. ആലിന്റെ സംസ്കാരം സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ജില്ലാ കളക്ടർക്ക് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് അല്പസമയം മുമ്പ് പുറത്തിറങ്ങി. നാളെ മല്ലപ്പള്ളിയിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും. ശരിയാണ്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൽ 4 പേരിലൂടെ ഇനി ജീവിക്കും. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൽ മാറി. അവയവം സ്വീകരിച്ച 2 കുട്ടികളുടെ ശസ്ത്രക്രിയയും വിജയമാണ്. സംസ്ഥാനത്തിന്റെ അവയവദാന ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ശരീര അവയവങ്ങൾ ഇന്നലെ രാത്രി 10:15 കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ആദ്യം കിംസ് ആശുപത്രിയിൽ ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് ആലിൻ്റെ കരൾ മാറ്റിവെച്ചത്. ആ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ അവിടെ പൂർത്തിയാകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആലിൻ്റെ 2 വൃക്കകളും തുന്നിച്ചേർക്കുകയായിരുന്നു. ആ ശസ്ത്രക്രിയയും രാത്രി വൈകി വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ വൃക്കകളായതിനാലാണ് 2 വൃക്കകളും ഒരാൾക്ക് തന്നെ കൈമാറിയിരിക്കുന്നത്. ഹൃദയ വാൽവ്
തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിക്കാണ് കൈമാറിയത്. നേത്രപടലങ്ങൾ അത് അമൃത ആശുപത്രിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ 4 പേരിലൂടെ ആലിൻ്റെ ജീവൻ തുടിക്കും എന്നതാണ് ഇനി എടുത്തു പറയേണ്ടുന്നത്. നാളെയാകും ആലിൻ്റെ സംസ്കാര ചടങ്ങുകൾ മല്ലപ്പള്ളിയിൽ വെച്ച് നടക്കുക. എന്തായാലും സംസ്ഥാനത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശത്തിന് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ധൂർത്ത ആരോപണത്തിലും കണക്കിലെ പൊരുത്തക്കേടിലും വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിക്കുകയോ നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായ പിശകാണ് നന്ദഗോവിന്ദത്തിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയതെന്നാണ് വിശദീകരണം. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടിയെന്നും ബോർഡ് വാർത്താക്കുറിപ്പ് ഇറക്കി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളെല്ലാം തള്ളുന്ന ഒരു വിശദീകരണമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പായി ഇന്ന് പുറത്തു വന്നത്. പൂർണ്ണമായും ഓഡിറ്റ് ചെയ്ത കണക്കല്ല സമർപ്പിച്ചത്. ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതിനാൽ വളരെ വേഗത്തിൽ കണക്കുകൾ നൽകുകയായിരുന്നു. അതിന് ഇനിയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. ഇതുവരെ വന്ന വാർത്തകൾ തികച്ചും വസ്തുതാവിരുദ്ധവും വേദനാജനകവുമാണ് എന്നും ദേവസ്വം ബോർഡ് പറയുന്നു. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ 1 ലക്ഷം അനുവദിക്കുന്ന തരത്തിൽ പോലും പ്രചരണങ്ങളുണ്ടായത് ദേവസ്വം ബോർഡിൻ്റെ പമ്പ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങിയ കാര്യങ്ങളാണ്. അവിടെ ആ പരിപാടിക്ക് അവിടെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ്. അത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല അവിടെ വരുന്ന ന്യായാധിപന്മാർ ഉൾപ്പെടെയുള്ള VVIPകൾക്ക് താമസിക്കാനുള്ള മുറിയിൽ ഉപയോഗിക്കാനുള്ള കട്ടിലടക്കമുള്ളവയാണ്. അത് മുഖ്യമന്ത്രി കട്ടിൽ തരത്തിലുള്ള പ്രചരണം ശരിയല്ല, അത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസ് ഇല്ലാത്ത ഭജനയ്ക്ക് ആ സംഗീത പരിപാടിക്ക് പണം നൽകിയെന്ന ആരോപണവും തള്ളിക്കളയുന്നു. അത്തരമൊരു പരിപാടി നടത്താൻ ആലോചിച്ചിരുന്നു, പക്ഷേ അവർക്ക് ആ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതിനാൽ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആണ് ഗായകൻ നിഷാൻ ദേവിൻ്റെ സംഗീത പരിപാടി വച്ചത്. 5 ദിവസത്തോളം നിഷാൻ ദേവും സംഘത്തിലുള്ളവരും പല ട്രൂപ്പുകളിലുള്ളവരെ കോർഡിനേറ്റ് ചെയ്തുള്ള ഒരു പരിപാടി നടത്തി. അവർക്ക് താമസത്തിനും ഭക്ഷണത്തിനും റിഹേഴ്സലിനും അടക്കമുള്ള ചിലവാണ് 8 ലക്ഷം രൂപ നൽകിയത്. നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയതായി ബോർഡിൻ്റെ ഓഡിറ്റർ റിപ്പോർട്ടിൽ പറയുന്നത് പിശകെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. അങ്ങനെ തുക നൽകിയിരുന്നുവെങ്കിൽ വൗച്ചറോ അല്ലെങ്കിൽ ബാങ്ക് ഇടപാടിൻ്റെ രേഖകളോ കാണേണ്ടതാണ്. അതില്ല, തുക പോയത് ഇഷാൻ ദേവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോപണങ്ങളെ ദേവസ്വം ബോർഡ് തള്ളുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സമർപ്പിച്ച രേഖകളിൽ പിശകുണ്ടായി. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി വളരെ കൃത്യമായി അതിന് യോഗ്യമായ കമ്പനിയാണ് ഇവന്റ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയത്. കിഫ്ബി എംപാനൽ ചെയ്തിട്ടുള്ള കമ്പനിയാണ് IICA ആണ് ദേവസ്വം ബോർഡ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചത്. സ്പോൺസർഷിപ്പ് തുക സംബന്ധിച്ചും വിശദീകരണമുണ്ട്. സ്പോൺസർഷിപ്പ് വൈകിയാൽ അത് അയ്യപ്പ സംഗമത്തെ ബാധിക്കാതിരിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റി. പിന്നീട് ഈ അക്കൗണ്ടിൽ 3 കോടി രൂപ IICക്ക് അഡ്വാൻസായി നൽകി. കൂടാതെ വിവിധ ഹോട്ടലുകൾക്കായി 12 ലക്ഷത്തിൽ പരം രൂപയും നൽകി. GST ഇനത്തിൽ അത് 15,25,000 രൂപ വേറെയും നൽകിയിട്ടുണ്ട്. ആ തുക വരവ് ചിലവ് കണക്കുകൾ അന്തിമമായിട്ടല്ല ഇപ്പോൾ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അന്തിമമായിട്ടില്ല. ഏതായാലും ധനലക്ഷ്മി ബാങ്ക് GST ഒഴികെ 2 കോടി രൂപ നൽകി. കേരള ബാങ്ക് 1 കോടി രൂപ നൽകി. ഇതിനു പുറമെ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകുമെന്നും പറയുന്നു. അങ്ങനെ 3 കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിലേക്ക് തിരികെ നിക്ഷേപിച്ചു. അഡ്വാൻസ് ആയിട്ട് തുക തിരികെ നിക്ഷേപിച്ചു. മറ്റ് പ്രചരണങ്ങൾ ശരിയല്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഏതായാലും ഈ പൊരുത്തക്കേടുകൾ വീണ്ടും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു. അത് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം നൽകി, അതിൽ അവിടെ ധൂർത്തുണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ട് റിപ്പോർട്ട് കൂടുതൽ വിശദ പരിശോധനയ്ക്ക് മുമ്പ് സമർപ്പിക്കേണ്ടി വന്നത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടി സ്വീകരിക്കൂ. 17 ചേരുന്ന ബോർഡ് യോഗത്തിൽ വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ ആരോപണങ്ങളൊക്കെ തള്ളുന്നത്. അപ്പോഴും എത്ര തുക ചിലവായി, വരവ് പറഞ്ഞതിനപ്പുറത്തേക്ക് എത്ര തുക ഈ അയ്യപ്പ സംഗമത്തിന് ചിലവായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ദേവസ്വം ബോർഡ് കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. അതാണ് ഇതിലെ ആശയക്കുഴപ്പത്തിനും ആരോപണങ്ങൾക്കും ഇടം നൽകുന്നത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേശം സർക്കാരിന് ദേവസ്വം ബോർഡിനെ വലിയ പ്രതിരോധത്തിലാക്കിയ അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളിലെ പൊരുത്തക്കേട് ബോർഡിൻ്റെ വിശദീകരണത്തിന് ശേഷവും പൂർണ്ണമായും പൊരുത്തക്കേടുകൾ മാറുന്ന വിശദീകരണത്തിന് ബോർഡിനും കഴിഞ്ഞിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ബോർഡ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തും. അതുവരെ ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നിലനിൽക്കുമെന്ന് ഉറപ്പാണ്.
ദേവസ്വം ബോർഡിന്റെ പണം തിരിച്ചടച്ചത് സംബന്ധിച്ച നിയമസഭയിൽ നൽകിയ മറുപടി ശരിയാണെന്ന് മന്ത്രി വി എൻ വാസവൻ. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും അടക്കമുള്ളവർ നടത്തുന്ന പ്രസ്താവനകളിൽ അയ്യപ്പ സംഗമം നടന്നതുകൊണ്ടാണ് കള്ളത്തരങ്ങൾ പുറത്തു വന്നതെന്നും മന്ത്രി. ഇത് തെറ്റായി പറഞ്ഞൊരു നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം, ചെന്നിത്തല ഉൾപ്പെടെ. കാരണം 17/10/2025 കൃത്യമായി ദേവസ്വം ബോർഡ് ആ 3 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് രേഖയാണ്, നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കാം. ഞാനീ പറഞ്ഞത് നിയമസഭ പറയുന്നത് കൃത്യമായി പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പോയി പരിശോധിക്കുമ്പോൾ അതങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞൊരു നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. ഇപ്പോൾ പോയി പരിശോധിക്കട്ടെ, അവർ പോയി പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അപ്പം അവർ പറയുന്ന പ്രായശ്ചിത്തം ചെയ്യാം. 17/10/2025 ദേവസ്വം ബോർഡ് കൃത്യമായി നേരത്തെ അഡ്വാൻസ് ചെയ്ത പൈസ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഇതെല്ലാം വെളിയിൽ കൊണ്ടുവരാൻ സഹായിച്ചത് ആ അയ്യപ്പ സംഘവും അതോടൊപ്പം അതിനെ പൊളിക്കാൻ വേണ്ടി മറ്റൊരിടത്ത സമീപനത്തിലും അവർ സ്വയം കുഴിയിൽ വീണു. അവർ കൃത്യമായി അവർ തന്നെയാണ് ഇതിൻ്റെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ഇനി ബാക്കിയുള്ള അന്വേഷണം നടത്തി എല്ലാം കൂടെ പൂർത്തീകരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ആകെ തുക എടുത്താൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയും. OT അകത്താക്കാൻ ശ്രമിച്ചവർ LDFും OT കയറ്റിയവർ ശബരിമലയിലേക്ക് കയറ്റിവരും ഇത് വെക്കാൻ കൂട്ടുനിന്നവരുമെല്ലാം UDF ആണെന്ന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ചിത്രം പര്യവസാനിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല കേസിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുന്നതിന്റെ അങ്കലാപ്പിലാണ് പ്രതിപക്ഷമെന്ന് മന്ത്രി പി രാജീവ്. കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതി തന്നെ പറയുന്നു, ഞങ്ങൾ ഈ അന്വേഷണ സംഘം ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും റിപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ എതിരിൽ തന്നെ വരിക. ഇപ്പോൾ കാര്യങ്ങൾ പതുക്കെ ശരിയായ ദിശയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഒരു അങ്കലാപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ തന്നെ എന്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പാഠപുസ്തകം നന്നായി അങ്ങനെ പറയുന്നതല്ല, നേരത്തെ കൊടുക്കുന്നത് കുട്ടികൾക്ക് തെറ്റാണ്, എന്നിട്ട് അവസാന ടൈമിൽ കൊടുക്കാവും. അത് നന്നായി ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിപ്പിച്ചിരുന്ന കാലം, ഓണം എന്തിനാണ് നേരത്തെ വന്നത് എന്ന് ഉത്കണ്ഠ. അദ്ദേഹമാണ് ഇപ്പോൾ CPM സെക്രട്ടറിയെ കുറിച്ച് എന്തോ പറഞ്ഞത് കേട്ടു. അദ്ദേഹമാണല്ലോ ഈ വിദ്യാഭ്യാസ മേഖല ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട്. അപ്പോൾ അതെല്ലാം തുറന്നു കാണിക്കപ്പെടുന്ന അസ്വസ്ഥതയാണ് അത്തരം പ്രതികരണങ്ങൾക്കകത്ത് കാണുന്നത്. അയ്യപ്പ സംഗമം ചെലവുകൾ അന്വേഷണ വിധേയമാകട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാം എസ്റ്റിമേറ്റ് ചെയ്ത കണക്കാണ്. ചെലവ് സംബന്ധിച്ച വാർത്തകൾ തെറ്റെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം കൂടി പരിശോധിച്ചോട്ടെ, ഇതും പഴയതും എല്ലാം കൂടി വരട്ടെ. അത് എല്ലാം കയ്യും കണക്കുണ്ടാവും. ഇന്നലെ പറഞ്ഞത് മറുപടി എല്ലാറ്റിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും. കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പൂർണ്ണമായ രൂപം വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. പകുതിയായിട്ട് ചർച്ച ചെയ്യേണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കതിൻ്റെ അകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഏത് ഓഡിറ്റ് റിപ്പോർട്ട്? അല്ല, ആര് നടത്തിയ റിപ്പോർട്ടെന്ന് പറയുന്നത്? ആര്? ആ സ്വകാര്യവൽക്കരണം. എന്താ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾ? എന്ത് സ്വകാര്യ ഓഡിറ്റാണ്? ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായിട്ട് കണക്കല്ല. അത് എസ്റ്റിമേറ്റാണ്. അതിന് ശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി വേണ്ട ഉത്തരവൊന്നും ഞങ്ങൾക്കില്ല. ഇന്നും ഇന്നലെയും എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാരുൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളിയും അതുപോലെ തന്നെ കൊടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന കരുത സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും അത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കാണെന്ന് ആർക്കാ അറിയാത്തത്? അതിന് അയ്യപ്പ സംഘം എന്നൊരു പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ്. അത് വാർത്ത ശരിയായി വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ല അതെ അല്ല, തെറ്റാണ്. അങ്ങനെ എഴുതിക്കും. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഒരുപാട് കള്ളപ്പിരിവ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ്. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. ഇപ്പോൾ പുറത്തു വന്ന കണക്ക് എസ്റ്റിമേറ്റ് ആണ് എന്ന് ഗോവിന്ദൻ മാഷിന് എങ്ങനെ അറിയാം? ദേവസ്വം ബോർഡിന് കൃത്യമായ കണക്ക് ഹൈക്കോടതിക്ക് നൽകാൻ പറ്റുമോ എന്നും സതീശൻ ചോദിച്ചു. ഹൈക്കോടതി പ്രത്യേകമായ കണക്ക് സൂക്ഷിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. കട്ടവരെ കാണാനില്ല. ഇപ്പോൾ
ഇപ്പോൾ ആർക്കും പങ്കില്ല എന്ന് പറയണം. പിന്നെ ഇത് ആരാ നടത്തിയത്? അവിടെ നടന്ന കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയുടെ കഥകൾ. ഇല്ലാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞും താമസ സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞും മാത്രമല്ല അവിടെ വന്ന ആളുകൾക്കെല്ലാം VIP പരിഗണനയാണ് കൊടുത്തത്. അത്രയും വലിയ ഫെസിലിറ്റീസാണ്. 5 സ്റ്റാർ ഹോട്ടലുകളിലാണോ അവരെ താമസിപ്പിച്ചത്? അവിടെ ഗാനമേള നടത്തി എന്ന് പറഞ്ഞ് ബില്ല് എഴുതിയെടുത്തിരിക്കുക. എന്നിട്ട് അവസാനം ഗാനമേളക്കാർ പറഞ്ഞു ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇതിൻ്റെ പേരിലൊക്കെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിന് പങ്കുണ്ട്. കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത്. ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ്. സഹകരണ വകുപ്പിലെ ജീവനക്കാരെ കൂടിയാണ് അവിടെ ഈ കാണികളായിട്ട് കൊണ്ടുപോയി ഇരുത്തിയത്, ആളുകൾ വരാതിരുന്നിട്ട്. അപ്പം അതിൻ്റെ പേരിലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി. കിടക്കയുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തി. ഹൈക്കോടതിയിൽ കടുത്ത ഒരു കണക്കും തമ്മിൽ യോജിക്കുന്നില്ല. അയ്യപ്പൻ്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ്? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്. അയ്യപ്പൻ്റെ ചിത്രത്തേക്കാൾ 3 ഇരട്ടി വലിയ ചിത്രമാണ് അങ്ങയുടെ ചിത്രം ഫ്ലെക്സിൽ മുഴുവൻ കേരളത്തിൽ വെച്ചിരുന്നത്. അയ്യപ്പനെ കാണാനുണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ്സിൽ. ശരിക്ക് അത്രയും വലിയ ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ വച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ. വിഷയം ആസ്പദമാക്കി സംസാരിക്കാൻ സമയം ഇല്ല. നോട്ടീസുകളും പോസ്റ്ററുകളും ഇല്ലാതെ ഒരു ചെറിയ വിളംബര യോഗത്തിന് ഇത്രയും ആളുകൾ ഇവിടെ തെളിച്ചുകൂടിയതിന്റെ പ്രധാനമായ ലക്ഷ്യം ഐക്യം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ കക്ഷിത്വമുണ്ടാവുകയും ഭിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടൊരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിദയി പ്രസ്ഥാനക്കാർ വന്നപ്പോഴാണ്. അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം. അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുശാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും ഭാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല. പക്ഷേ ഐക്യമുള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ ഹയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ്. അങ്ങനെ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. 1300 കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അല്ലാഹു തആല കഠിനമായി വിരോധിച്ച പലിശ അത് വാങ്ങാനുള്ള ഹീലത്തു ഷിബ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത്. ആ വിധത്തിലുള്ള ഐക്യമല്ല യഥാർത്ഥത്തിലുള്ള ഐക്യം. ഇൻഷാ അല്ലാഹ്
ആ പ്രമേയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പ്രവർത്തിക്കാനും പിന്തുടരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ വർദ്ധിക്കാനും അതിനെ തൊട്ട് തടയാനും അള്ളാഹു നമുക്കും നമ്മുടെ ശിഷ്യന്മാർക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മോമിനികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പം അത് വായിച്ചോട്ടെ, പിന്നെ വിശദമായി പിന്നെയും പറയാം. സമസ്തയുടെ പ്രമേയം അവതരിപ്പിക്കുക. ഐക്യം എന്ന കാര്യത്തിലേക്ക് പതിയെ അടുക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ശ്രീ കാന്തപുരം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രമേയമടക്കം അവതരിപ്പിക്കുമെന്നാണ് വ്യക്തമാക്കേണ്ടത്. EKAP സമസ്ത ഐക്യ ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. മലപ്പുറത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഭരിക്കുന്നത് ആരായാലും അവരുമായി സംഘടനാ സൗഹൃദം സൂക്ഷിക്കാറുണ്ടെന്ന് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നിലപാട് അതത് സമയം തീരുമാനിക്കുകയാണ് ചെയ്യാറുള്ളത്. ചർച്ച ചെയ്തത് എല്ലാം പുറത്തു പറയാനാകില്ലല്ലോ എന്നും പ്രതികരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് സൗഹൃദ ബന്ധം എല്ലാ ഭരണകർത്താക്കളേക്കും നടത്താം. ഇന്നൊരു പ്രധാനമായിട്ടുള്ളൊരു ചർച്ച ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെയാവും? അതിപ്പോൾ സൗഹൃദ ബന്ധത്തെ പറ്റി പറയാൻ പറ്റും. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉദാഹരിച്ച് UDFന് വിമർശനവുമായി മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിയെ ബംഗ്ലാദേശിലെ ജനം തഴഞ്ഞുവെന്നും നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്കുള്ള പാഠമാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇപ്പോൾ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടല്ലോ. മതരാഷ്ട്രവാദികൾ ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമി അവിടെ അധികാരത്തിൽ വരുമെന്നാണല്ലോ അവർ കണക്കാക്കിയിരുന്നത്, പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ അവരെ കൈയൊഴിയുന്ന നിലയാണല്ലോ സ്വീകരിച്ചത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു അനുഭവ പാഠമാകേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. ആലപ്പുഴയിൽ 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പിതാവും ബന്ധുക്കളും അറസ്റ്റിലായത് പെൺകുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുക്കളായ 2 പേരുമാണ്. ഒരാൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. 8ാം വയസ്സിൽ അമ്മയുടെ സഹോദരന്റെ അതിക്രമത്തിനിരയായ കുട്ടിക്ക് നേരെയാണ് പിതാവിന്റെയും അടുത്ത ബന്ധുക്കളുടെയും കൊടും ക്രൂരത. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഈ വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്ര വർഷങ്ങളായി കൊടിയ പീഡനം നടക്കുകയാണ്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ആലപ്പുഴ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ക്രൂരമായ പീഡനത്തിന് ഇരയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കുട്ടി ഇതിനു മുമ്പ് അമ്മയുടെ സഹോദരന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയാണ്. അതിനുശേഷം CWCയുടെ സംരക്ഷണയിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ വിവാഹബന്ധം വേർപെടുത്തിയവരാണ്. പിന്നീട് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ പിതാവ് ഏറ്റെടുക്കുകയും കുട്ടി പിതാവിനോടൊപ്പം നിൽക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത്. പിതാവിന്റെ മറ്റ് അവരെ സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പിതാവിന്റെ ബന്ധുവും ഉൾപ്പെടെ 4 പേർ ഈ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനകത്ത് ഒരാൾ ഒളിവിലാണ്. അയാൾക്കുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ, ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒരു സുഹൃത്തിനോട് വിവരം പങ്കുവച്ചതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ഒപ്പം തന്നെ പോലീസ് അതിനകത്ത് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയിൽ നിന്ന് മറ്റ് വിശദാംശങ്ങൾ തേടുകയാണ്. പിതാവിൽ നിന്നും ഒപ്പം തന്നെ ബന്ധു അടക്കമുള്ള ആളുകളിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ സംഭവം ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി.
ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ തർക്കം സമവായത്തിലേക്ക്. നിലപാട് മയപ്പെടുത്തിയ ജോസ് കെ മാണി റോഷി തന്റെ സഹോദരനാണെന്നും റോഷിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരിച്ചു. തന്റെ ലീഡറായ ജോസ് കെ മാണി എവിടെ നിന്നാലും ജയിക്കുമെന്നും അതുകൊണ്ടാണ് പാലായിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെന്നുമാണ് റോഷി അഗസ്റ്റിന്റെ വിശദീകരണം. അതിനിടെ പാർട്ടി അണികളിൽ അസ്വാരസ്യം പുകയുകയാണ്. എന്തായാലും കേരള കോൺഗ്രസിൽ രൂപപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലാണ് നേതാക്കൾ നേതൃതലത്തിൽ തന്നെ. കാരണം പാർട്ടിയുടെ ചെയർമാനും മന്ത്രിയും തമ്മിലാണ് ഫലത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജോസ് കെ മാണി ഈ വിഷയം തണുപ്പിക്കാനാണ് ശ്രമിച്ചത്. റോഷി എന്റെ സഹോദരനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആയിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. സതുദ്ദേശത്തോടു കൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ, അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനും ഒരു സംശയവുമില്ല. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിയിട്ട് ഞാൻ ചുമ്മാ നോക്കി തട്ടിപ്പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും. അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. റോഷി അഗസ്റ്റിനും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ജോസ് കെ മാണി തന്റെ നേതാവാണ്, അദ്ദേഹം ലീഡറാണ്, അദ്ദേഹം എവിടെ നിന്നാലും ജയിക്കും എന്ന അർത്ഥത്തിലൊക്കെ ജോസ് കെ മാണിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് ഇരു നേതാക്കൾക്കുമിടയിൽ ഒരു സമവായത്തിന്റെ, ഒരു വെടിനിർത്തലിന്റെ സ്വരം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെ അണികൾക്കിടയിൽ ഇതൊരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചില പ്രാദേശിക നേതാക്കൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി, പ്രത്യേകിച്ച് റോഷിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. ആ കാര്യത്തിൽ രണ്ട് പ്രശ്നം ഉണ്ടാവാനിടയില്ല. കാരണം ചെയർമാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ വാക്കാണ് അന്തിമ വാക്ക്. അത് എനിക്കും റോഷിക്കും എല്ലാവർക്കും ബാധകമാണ്. സ്വാഭാവികമായിട്ടും ചെയർമാനെ സംബന്ധിച്ചൊരു തീരുമാനം ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ റോഷി സ്വന്തമായ രാഷ്ട്രീയ ശൈലിയിൽ ഒരു ആവേശത്തോടെ നിഷ്കളങ്കതയോടുകൂടി പറഞ്ഞതായിരിക്കാം. പാലയിലെ ആളുകൾക്ക് എല്ലാവർക്കും ചെയർമാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. റോഷി പാലാക്കാരനാണല്ലോ. റോഷി പാലായിലെ രാമപുരം സ്വദേശിയാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇടുക്കിയിൽ മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും പാലായിലായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അല്പം കൂടി ഒരു പക്വതയും അല്പം കൂടി ആ നേതാവിന്റെ ഒരു വിരുദ്ധവും കാണിക്കേണ്ടിയിരുന്നു. അത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സ്വാഭാവിക പ്രതികരണം മാത്രമാണ് അണികളുടെ ഭാഗത്ത് ഉണ്ടായത്. അങ്ങനെ ഒരു വലിയ റോഷി പാർട്ടിയിലെ മുഴുവൻ ആളുകൾ, റോഷി പറഞ്ഞിട്ടുണ്ടല്ലോ, കെ എം മാണി സാറിനെ എങ്ങനെയാണ് റോഷി കണ്ടുകൊണ്ടിരുന്നത്, അതേപോലെയാണ് ജോസ് കെ മാണി കാണുന്നത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുന്നത് അത് പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നേരത്തെ മുന്നണി മാറ്റ ചർച്ചകൾ നടക്കുന്നു, അത് റോഷി ഇടപെട്ട് അത് തടയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അതിൽ നിന്നൊക്കെ കരകയറാനാണ് ജോസ് കെ മാണി മുഴുവൻ സമയവും ജാഥ ക്യാപ്റ്റനായി തുടരുകയും ചെയ്തത്. അങ്ങനെ ഇടതുമുന്നണിയിൽ നഷ്ടപ്പെട്ട ഒരു വിശ്വാസം തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു പിളർപ്പിന് സമാനമായ സൂചനകൾ, വിവാദങ്ങൾ ഫലത്തിൽ ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ജാഥ അവസാനിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒരു പ്രതിസന്ധി താഴെത്തട്ടിലുണ്ടായിട്ടുള്ള അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസ്യത എത്രത്തോളം ഇനി വീണ്ടെടുക്കാൻ കഴിയും എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും CPM കൂടി, ഉന്നത ഇടത് നേതൃത്വം കൂടി ഇടപെട്ടാണ് ഇപ്പോഴൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുന്നണി മാറ്റ ചർച്ചകളെ തുടർന്ന് ആ പാർട്ടിയിലുണ്ടായിരിക്കുന്ന ഒരു ആഘാതമുണ്ട്. അത് ആഘാതത്തിന്റെ തുടർ പ്രകമ്പനങ്ങൾ തന്നെയാണ് ഫലത്തിൽ ഇപ്പോഴും അവിടെ കാണുന്നത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. നേതാക്കൾ ഭയപ്പെട്ടെങ്കിലും കേരള കോൺഗ്രസിലെ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് കോൺഗ്രസ്. പാർട്ടിയിൽ പിളർപ്പുണ്ടായാൽ ജോസിനെ UDFന്റെ ഭാഗമാക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നാടകീയ നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിശദീകരണം ഈ മധ്യമേഖലാ ജാഥയ്ക്ക് ജോസ് കെ മാണി ക്യാപ്റ്റനായി എത്തുമോ എന്നൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്ന സമയത്ത് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയേറെയായിരുന്നു. കോൺഗ്രസ് നേതൃത്വവും അതിനെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കണ്ടത്. അതായത് മധ്യ കേരളത്തിൽ കോൺഗ്രസിന് കരുത്ത് കൂട്ടാൻ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഒപ്പം ചേർത്താൽ കഴിയും. അത് വലിയ തരത്തിൽ നേട്ടമായി മാറും. 2021 തിരിച്ചടി മറികടക്കാൻ അത് വഴിവെക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മധ്യമേഖല
ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ജോസ് കെ മാണി തന്നെ എത്തുകയും പല വേദികളിലും UDF-നെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണി തന്നെ പലതവണ സംസാരിക്കുകയുമൊക്കെ ചെയ്ത സാഹചര്യം. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ ആവർത്തിച്ച് ഓരോ വേദികളിലും പരസ്യമായി വ്യക്തമാക്കുന്ന നിലപാടുകൾ, പ്രതികരണങ്ങൾ, അതിനൊക്കെ ശേഷം അങ്ങനെ ഒരാൾ പെട്ടെന്ന് പാർട്ടി പിളർന്ന് UDF-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അത് എത്ര കണ്ട് പ്രവർത്തകർ ഉൾക്കൊള്ളും, അതിനോട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതികരണം എന്താകും എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഈ സീറ്റുകൾക്ക് വേണ്ടി താല്പര്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന പല നേതാക്കൾക്കും കേരള കോൺഗ്രസ് എമ്മിനെ പാർട്ടിയിലെത്തിക്കുന്ന നീക്കത്തോട് ഒരു തരത്തിലും ആദ്യഘട്ടം മുതൽ തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു നിലപാട്, എതിർപ്പ് ഈ വിഷയത്തിൽ അറിയിച്ചത് ജോസഫ് വിഭാഗം തന്നെയാണ്. PJ ജോസഫിൻ്റെ പല പ്രതികരണങ്ങളും അത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെ ഒരു ഔദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടില്ല, അത് തങ്ങളുടെ താല്പര്യമല്ല എന്ന തരത്തിൽ പരസ്യ നിലപാടുകളിലേക്ക് ജോസഫും മോൻസും ഉൾപ്പെടെയുള്ള നേതാക്കൾ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്തായാലും നിലവിൽ അങ്ങനെയൊരു പിളർപ്പ് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കരുതുന്നില്ല എന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, പക്ഷേ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന തരത്തിൽ മാത്രമാണ്. അതല്ലാണ്ട് പ്രതീക്ഷയ്ക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് എം നീങ്ങും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിലില്ല. അതുകൊണ്ട് അത്തരമൊരു കൂടിയാലോചനകളിലേക്ക്, ചർച്ചകളിലേക്ക് ഒന്നും ഇപ്പോൾ കടക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം. ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിച്ച് മന്ത്രി VN വാസവൻ. പാലായിൽ മത്സരിച്ചാൽ ജോസ് കെ മാണി ജയിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഇവിടുത്തെ ഒരു ട്രെൻഡിൽ ജോസ് കെ മാണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുങ്ങി വന്നിരിക്കുന്നു. നിങ്ങളവിടുത്തെ സ്വീകരണ പരിപാടിയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് അന്തം വിട്ടുപോയി. ജനം എരമ്പിയാർത്ത് വന്ന് ഒരുപക്ഷേ മധ്യമേഖലാ ജാലയിൽ ജനം എരമ്പിയാർത്ത് പാലായിൽ ഒരു ചെങ്കടൽ സൃഷ്ടിച്ച പ്രതീതി ഉയർത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ കൃഷിക്കാരും അണിനിരന്നുകൊണ്ടുള്ള ഒരു വരവേൽപ്പ്, അതും രാവിലെ സമയത്ത്, ഉച്ച സമയത്ത്. അത്തരം ഒരു ജനത്തിന് ഇളകിയാടി വരണമെങ്കിൽ എന്തായിരിക്കുന്ന സ്ഥിതി? ഒരു 12,000 പേരെങ്കിലും ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തു എന്നാണ് കണ്ടു നിന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ അതിലുപരി എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും ആ ഒരു ആവേശ തിരമാല അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പാലായിൽ ജോസ് കെ മാണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള കാര്യം നിന്നാൽ, തീരുമാനിക്കുന്നത് അവരാണ്, LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നാൽ ജയിക്കുന്ന കാര്യം ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല. UDF പ്രചാരണ തന്ത്രം വിജയിപ്പിക്കും. തിങ്കളാഴ്ച KPCC-യിൽ ചേരുന്ന യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. കോൺഗ്രസിൽ പരിപൂർണ ഐക്യമുണ്ടാകും. യുവാക്കൾക്കടക്കം എല്ലാവർക്കും അവസരം നൽകും. MP-മാരും സിറ്റിംഗ് MLA-മാരും മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഭരണസമിതിയുടെ ലക്ഷ്യം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരെയും UDF-കാരെയും ഒരുമിച്ച് നിർത്തുക, ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിലെ പ്രചരണ തന്ത്രങ്ങളും സമീപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണത്തെ UDF-ന്റെ പ്രചരണ തന്ത്രം വിജയിപ്പിക്കാൻ ഉള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. 16-ാം തീയതി രാവിലെ 10 മണിക്ക് 9:30 മണിക്ക് യോഗം KPCC ഓഫീസിൽ ചേരുന്നുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ശ്രീ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, KPCC പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ യോഗത്തിൽ വെച്ചായിരിക്കും ആലോചിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ദൗത്യം കേരളത്തിൽ എല്ലാ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അധികാരത്തിൽ വരിക എന്ന് മാത്രമല്ല, ഒരു പുതിയ കേരളം ഉണ്ടാക്കുക, പുതിയ കേരളത്തെ വീണ്ടെടുക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാ പ്രവർത്തകരെയും നേതാക്കളെയും സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുന്നത്. കളമശ്ശേരി, കൊച്ചി മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറാമെന്ന കോൺഗ്രസ് നിർദ്ദേശം തള്ളി മുസ്ലിം ലീഗ്. ഇതോടെ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കാൻ സാധ്യതയേറി. കൊച്ചിയിൽ ലത്തീൻ സമുദായാംഗത്തെ പരിഗണിക്കണമെന്ന സഭയുടെ നിർദ്ദേശം മറികടന്നാണ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. കൊച്ചിക്ക് പകരം വൈപ്പിനിൽ ലത്തീൻ സമുദായാംഗത്തെ സ്ഥാനാർത്ഥിയാക്കി സഭയുടെ പരാതി പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എറണാകുളം DCC അധ്യക്ഷൻ, കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാനുള്ളൊരു മണ്ഡലം തേടുകയാണ് സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. നേരത്തെ കളമശ്ശേരി മണ്ഡലം വലിയ സജീവമായി ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ലീഗിന് കൈവശമുള്ളൊരു മണ്ഡലം വിട്ടുകൊടുക്കുന്നതിന് കഴിഞ്ഞ തവണ ലീഗിന് അവിടെ തിരിച്ചടി നേരിട്ടു. P. രാജീവിനോട് മത്സരിച്ച
തോൽക്കുകയും ചെയ്തുവെങ്കിൽ കൂടിയും ലീഗ് മണ്ഡലം വിട്ടുകൊടുക്കാനുള്ള ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് മറ്റൊരു മണ്ഡലം ഈ ഒരു നിയമസഭാ കാലത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മത്സരിപ്പിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ ഇപ്പോൾ കൊച്ചി മണ്ഡലത്തിലേക്കാണ് ആ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത്. മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത വർദ്ധിക്കുന്നത്. എന്തായാലും ഇതിൽ ഉള്ള ഒരു പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസ് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ലത്തീൻ സഭ അതിൽ ഒരു എതിർപ്പ് ഉന്നയിക്കുന്നത് കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള ഒരാൾ തന്നെ ഇവിടെ മത്സരിക്കണം എന്ന രീതിയിൽ തന്നെ അവരുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറികടക്കുന്നതിന് വേണ്ടി കൊച്ചി രൂപതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നതായാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ മത്സരിപ്പിക്കുക, സഭയെ അനുനയിപ്പിക്കുകയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്തുകൊണ്ട് കൊച്ചിയിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് അതിൽ ഒരു നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾ ലത്തീൻ സമുദായ വിശ്വാസികളുടെ വോട്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് ആ വോട്ട് ബാങ്ക് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിന് അവിടെ ഒരു അത്ഭുതം കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ചർച്ചകൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ വൈപ്പിൻ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വൈപ്പിനിലും കോൺഗ്രസ് തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. ഇവിടെ മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കുകയാണെങ്കിൽ ലത്തീൻ സഭ മറ്റൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ വൈപ്പിൻ സീറ്റാണ് അതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. വൈപ്പിനിൽ കോൺഗ്രസ് ധീവര ഈഴവ സമുദായങ്ങൾക്ക് തുല്യമായ രീതിയിലുള്ളൊരു പ്രാതിനിധ്യ സ്വഭാവമുള്ളൊരു മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ ഒരു 4 ടേമുകളിലായിട്ട് കോൺഗ്രസിന് അവിടെ വിജയം തൊടാനായിട്ട് സാധിച്ചിട്ടില്ല. പല സ്ഥാനാർത്ഥികളും തന്നെ അജയ് തറയിലും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന KR സുഭാഷും അതിന് മുൻപായിട്ട് 2006 ഇപ്പോൾ CPMലുള്ള PV ശ്രീനിജനും കോൺഗ്രസിന് വേണ്ടി അന്ന് മത്സരിച്ചിരുന്നു. പിന്നീട് അവസാനം ദീപക് ജോയിയാണ് മത്സരിച്ചത്. ഇവരെല്ലാവരും തന്നെയും CPMനോട് പരാജയപ്പെടുന്നു. അപ്പോൾ പുതിയൊരു ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ലത്തീൻ സ്ഥാനാർത്ഥിക്ക് പരിഗണന നൽകണമെന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെയും ഇത് പരിഗണിക്കപ്പെട്ടേക്കാം. കഴിഞ്ഞ തവണകളിലായിട്ട് ധീവര ഈഴവ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി ഇക്കുറി അതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ പല പേരുകളും പരിഗണനയിലുണ്ട്. ടോണി ചമ്മണി മുൻ മേയർ ഒരുപക്ഷെ അവിടെ മത്സരിക്കാനുള്ളൊരു സാധ്യത വളരെ സജീവമാണ്. നേരത്തെ അജയ് തറയിൽ അവിടെ മത്സരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദത്തിൽ ഉൾപ്പെടെയുള്ളൊരു അന്വേഷണം മുൻ ഭരണസമിതിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചില തിരിച്ചടികൾ അവിടെ ഉണ്ടാകാമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം കോൺഗ്രസ്സിലെ തന്നെ പുതുമുഖങ്ങളെയും അവിടെ പരിഗണിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം വിവേക് ഹരിദാസ്, അതോടൊപ്പം തന്നെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന ടിറ്റോ ആൻ്റണി, ഒപ്പം യൂത്ത് കോൺഗ്രസിലെ നോബൽ കുമാർ തുടങ്ങിയ പേരുകളും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ, സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി മുന്നോട്ട് പോയാൽ വൈപ്പിൻ സീറ്റ് ഉൾപ്പെടെ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇടുക്കി പീരുമേട് സീറ്റിനായി കോൺഗ്രസിലും CPIയിലും സ്ഥാനാർത്ഥി മോഹികളുടെ നീണ്ട നിര. CPIയിൽ സംസ്ഥാന ജില്ലാ നേതാക്കളും സീറ്റിനായി രംഗത്തുണ്ട്. മണ്ഡലം രൂപീകരിച്ചത് മുതൽ നടന്ന 13 തെരഞ്ഞെടുപ്പുകളിൽ 4 എണ്ണത്തിൽ മാത്രമാണ് പീരുമേട് UDFനെ തുളച്ചിട്ടുള്ളത്. ഒരു മുന്നണിയുടെയും ഉറച്ചകോട്ടയെന്ന വിശേഷണം പീരുമേടിനില്ല. എങ്കിലും 2006 മുതൽ തുടർച്ചയായി CPIക്കാണ് ജയം. ഇടതു പാർട്ടികൾക്കൊപ്പം കോൺഗ്രസിനും ഉറച്ച സ്വാധീനമുള്ള മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും തോട്ടം തൊഴിലാളികളാണ്. വാഴൂർ സോമന് പകരക്കാരനായി ആരെ അവതരിപ്പിക്കുമെന്ന ആലോചനകളിലാണ് ഇടുക്കിയിലെ CPI നേതൃത്വം. തോട്ടം തൊഴിലാളി മേഖലകളിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന വാഴൂർ സോമന്റെ വിയോഗവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കുമുണ്ടായ കനത്ത തിരിച്ചടിയും അതിജീവിച്ച് മണ്ഡലം നിലനിർത്തുക എന്ന ദൗത്യമാണ് CPIക്കുള്ളത്. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, സംസ്ഥാന സമിതി അംഗം ജോസ് ഫിലിപ്പ്, 4 തവണ പീരുമേട്ടിൽ വിജയിച്ച ES ബിജിമോൾ എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത്. ഇതിനിടെ വാഴൂർ സോമന്റെ മക്കളായ സോബിൻ സോമനെയോ സോബിത് സോമനെയോ രംഗത്തിറക്കണമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. അതേസമയം കോൺഗ്രസിലെ ഒരു പിടി നേതാക്കളും പീരുമേട് സീറ്റിനായി രംഗത്തുണ്ട്. കഴിഞ്ഞ 2 തവണ സ്ഥാനാർത്ഥിയായ സിറീക് തോമസ്, KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ, DCC അധ്യക്ഷൻ CP മാത്യു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടോണി തോമസ് എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ സജീവമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റമാണ് നേതാക്കളെ പീരുമേട്ടിലേക്ക് അടുപ്പിക്കുന്നത്. നേതാക്കളെല്ലാം മുന്നണിയിൽ പിന്തുണ ഉറപ്പാക്കാനുള്ള അണിയറ നീക്കങ്ങളിലുമാണ്. തോട്ടം മേഖലയിലെ അരക്ഷിതാവസ്ഥയിലാണ് 2 പാർട്ടികളുടെയും ഊന്നൽ. അത്രമാത്രം പ്രതിസന്ധിയിലാണ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും. വരും ദിവസങ്ങളിൽ പീരുമേട് സീറ്റ് കോൺഗ്രസിലും CPIയിലും കീറാമുട്ടിയാകുമെന്നുറപ്പ്. ന്യൂസ് 18 ഇടുക്കി.
ഇടവേള. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിൽ എത്തിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത്. വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലാകുകയും 18 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ കഴിയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ആദ്യ പരാതിയിലടക്കം മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ ആശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വീഡിയോ കോൺഫറൻസിലൂടെ 164 സ്റ്റേറ്റ്മെൻറ്റ് അഥവാ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ പരാതിക്ക് നിയമസാധുത കൈവന്നിരിക്കുകയാണ്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ആദ്യം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയിലും അവർ ആവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സൂചനകളാണ് നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കേസിൻ്റെ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യ കേസിലെ അതിജീവിതയും രഹസ്യമൊഴി നൽകിയിരുന്നു. എന്നാൽ മറ്റ് 2 കേസുകളിൽ രഹസ്യമൊഴി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം പരാതിക്കാർ മജിസ്ട്രേറ്റിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തോടും അവർ അതുതന്നെയാണ് വ്യക്തമാക്കിയത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ വിദേശത്തുള്ള ഇന്ത്യൻ എംബസിയിലെത്തി വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഈ യുവതി ഇപ്പോൾ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വരുന്ന 16-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകാനിരിക്കെയാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി കൂടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. എറണാകുളം എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത കേസിൽ നടുക്കുന്ന കണ്ടെത്തലുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടി 1 വർഷമായി പീഡനത്തിന് ഇരയായിരുന്നതായും മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡിപ്പിക്കപ്പെട്ടുവെന്നുമാണ് കണ്ടെത്തൽ. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീഡനത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് അമ്മയുടെ മൊഴി. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനോട് ഭാഗമായിട്ട് അത് പറ്റി പറയാൻ പറ്റില്ല. പീഡിപ്പിക്കട്ടുള്ളതുണ്ട്, അതുകൊണ്ടാണ് കേസ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് 302 പോക്സോ കേസും അഡീഷണലായിട്ട് ആഡ് കൃത്യമായിട്ട് നോക്കും. നമുക്ക് എവിഡൻസ് ഉണ്ട്, അതനുസരിച്ച് പോവാം. കഴിഞ്ഞ മാസം 16-നാണ് എളമക്കരയിലുള്ള വസതിയിൽ പിതാവിനെയും അതോടൊപ്പം തന്നെ 6 വയസ്സുള്ള കുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് പോലീസ് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മ അവരുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തിയാണ് പിന്നീട് ഈ വാതിൽ തുറന്ന് അകത്ത് കയറുന്നത്. അകത്ത് കയറുമ്പോൾ പിതാവ് തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. പിന്നീട് നടന്നിയ ഈ പരിശോധനയിലാണ് കുട്ടി വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചിരിക്കുന്നതെന്ന് പിതാവ് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പിന്നീട് സ്ഥിരീകരിക്കുന്നത്. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പിന്നീട് അതിനെ തുടർന്ന് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കുട്ടിയെ 6 വയസ്സുകാരി കഴിഞ്ഞ 1 വർഷമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് പോലീസ് അതിൻ്റെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി പഠിച്ച സാഹചര്യത്തിൽ പറയുന്നത്. ഇതിൽ മരണപ്പെടുന്നതിന്, കുട്ടി മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപും ഇതേ സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. കുട്ടിയുടെ അമ്മയോട് പോലീസ് ഇക്കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. കുട്ടിയുടെ അമ്മയ്ക്ക് പക്ഷേ കുട്ടിക്ക് അനുഭവപ്പെട്ടിരുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു തരത്തിലും അവർക്ക് അറിയില്ലായിരുന്നു എന്നതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തൻ്റെ മകൾ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ കുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അത് ഏതെങ്കിലും രീതിയിൽ മറ്റാരുടെയെങ്കിലും പേരോ ഏതെങ്കിലും ഈ കാര്യങ്ങൾ സംബന്ധിച്ചോ എന്തെങ്കിലും അറിവുള്ളതായിട്ട് അമ്മയോട് പറഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്. പോലീസ് നടത്തിയ പ്രാഥമികമായ ഒരു പരിശോധനയിൽ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് വ്യക്തമാകുന്ന അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് തന്നെയാണ് പോലീസും സമർത്ഥിക്കുന്നത്. ഇനി ആരാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എളമക്കര പോലീസ്
പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. അത് പ്രകാരം അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ കുറേ നാളുകളായി ജോലിക്ക് പോകുന്നില്ലായിരുന്നു. അമ്മയുടെ വേതനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അമ്മ ഒരു ഷോപ്പിംഗ് മാളിലെ ജീവനക്കാരിയായിരുന്നു. അവരുടെ ഒരു ശമ്പളത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ഈ സംഭവ ദിവസം, ഈ മരണപ്പെടുന്ന ദിവസം, ആത്മഹത്യ ചെയ്ത ദിവസമെല്ലാം തന്നെയും ഇവർ ജോലിക്ക് പോയിരുന്നു. തിരികെ വന്നതിന് ശേഷം വീട് തുറന്നിട്ടില്ലായിരുന്നു. ഫോൺ വിളിച്ചിട്ടും എടുത്തിരുന്നില്ല. അവർ വിചാരിച്ചത് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമെന്നതാണ്. ആ ഒരു രാത്രി അവർ കാത്തിരിക്കുകയും പിന്നീട് ബന്ധുവിനെ വിളിച്ചു വരുത്തിയാണ് ഈ വീട് തുറക്കുകയും ചെയ്യുന്നത്. പിന്നീട് പോലീസും എത്തുകയും ചെയ്തു. പിന്നെയാണ് രണ്ടുപേരും മരിച്ച നിലയിലൂടെ കാണപ്പെടുകയും ചെയ്തത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കൊല്ലം പരവൂർ പൊഴിക്കര ക്ഷേത്രത്തിന് സമീപത്തെ കടൽ തീരത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടു. 3 പേരെ രക്ഷപ്പെടുത്തി. 2 വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. അയത്തിൽ സ്വദേശികളായ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. വിനീഷ്, എന്താണ് വിവരങ്ങൾ? ഇന്ന് 2:45 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. 5 വിദ്യാർത്ഥികളാണ് കടൽ തീരത്ത് കുളിക്കാൻ ഇറങ്ങിയത്. ഇവർ +1, +2 വിദ്യാർത്ഥികളാണ്. 17 വയസ്സാണ് പ്രായം. കണ്ണൻ, ബിബിൻ, റിഹാൻ, അബു, അർജുൻ എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു. അപ്പോൾ ഇവരുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഈ ഒരു സംഭവം അറിയുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്നും സ്കൂബ ടീം സംഭവ സ്ഥലത്ത് എത്തുകയും 3 വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ കണ്ണൻ, ബിബിൻ എന്നു പേരുള്ള 2 പേർക്കായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതുവരെയും കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാട്ടുകാരെല്ലാവരും തന്നെ സംഭവ സ്ഥലത്തുണ്ട്. വലിയൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത്തരം ഒരുപാട് മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ജലാശയങ്ങളിൽ ഇറങ്ങുന്നത്, യാതൊരു സുരക്ഷയും മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇറങ്ങുന്നത്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുന്നു. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും വിദ്യാർത്ഥികൾക്കായിട്ടുള്ള തിരിച്ചുകൾ നടക്കുകയാണ്. ഈ ഫയർഫോഴ്സ്, സ്കൂബ ടീം അടങ്ങുന്ന വലിയ സംഘം മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതുവരെയും അവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. പ്രതി ക്യാമ്പിലുള്ള ആളെന്നാണ് സൂചന. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തി. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചു. DJ പാർട്ടിക്ക് എത്തിയവരെയും ചോദ്യം ചെയ്തു. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പ് കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. മൂവാറ്റുപുഴയിൽ അപകടത്തിൽപ്പെട്ട റോഡിൽ കിടന്ന യുവാക്കൾക്ക് രക്ഷകരായി KSRTC. ജീവനക്കാരും യാത്രക്കാരും. മാറാടിയിലായിരുന്നു അപകടം. ബൈക്ക് യാത്രികരായ 2 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇതിലൊരാളുടെ നില അതീവ ഗുരുതരമാണ്. മൈസൂർ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ഡീലക്സ് ബസ്സിലെ ജീവനക്കാരാണ് യുവാക്കൾ റോഡിൽ കിടക്കുന്നത് കണ്ടത്. യാത്രക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇവരെ ആശുപത്രിയിലും മറ്റും എത്തിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് എന്നാണ് സൂചന. പല വണ്ടികളും നിർത്താതെ പോയപ്പോൾ ഇവരുടെ ഇടപെടലാണ് യുവാക്കളുടെ ജീവൻ രക്ഷിച്ചത്. മലപ്പുറം പൊന്നാനിയിൽ തെരുവ് നായ്ക്കൾ 40ഓളം കോഴികളെ കൊന്നു. ചുങ്കത്ത് ഷാഫിയുടെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുകയായിരുന്നു ഷാഫിയും കുടുംബവും. പ്രദേശത്ത് നായശല്യം രൂക്ഷമാണ്. ഇടുക്കി കജനാപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബസ് സർവീസ് നിലച്ചത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്നു. 1 വർഷമായി സർവീസ് നിർത്തിയിട്ട് സർവീസിനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള തുക കണ്ടെത്തുവാൻ PTAക്ക് സാധിക്കാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണം.
തമിഴ് തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള മേഖലയിലെ ഏക ആശ്രയമാണ് ഖജനാപ്പാറ സർക്കാർ സ്കൂൾ. ഖജനാപ്പാറ, കുംഭംപാറ, രാജകുമാരി, ബൈസൺ വാലി, മുട്ടുകാട് തുടങ്ങിയ മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. 1 മുതൽ 10 വരെ തമിഴ് മീഡിയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്കൂളിന് സർക്കാർ അനുവദിച്ച ബസ് ഉണ്ടായിരുന്നുവെങ്കിലും 1 വർഷമായി ബസ് സർവീസ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളായ രക്ഷിതാക്കൾക്ക് ബസ് ഫീസ് അടയ്ക്കാൻ കഴിയാത്തതും ബസിന്റെ മെയിൻ്റനൻസ്, ഫിറ്റ്നസ്, ഇൻഷുറൻസ് എന്നിവയ്ക്കായി ആവശ്യമായ തുക കണ്ടെത്താൻ PTA സാധിക്കാത്തതുമാണ് സർവീസ് നിലയ്ക്കാൻ കാരണം. ബസ് സർവീസ് നിർത്തിയതോടെ ദൂരെ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ചിലർ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചാണ് സ്കൂളിലെത്തുന്നത്. മറ്റു ചിലർക്ക് ഏറെ ദൂരം കാൽനടയായി സഞ്ചരിക്കേണ്ട അവസ്ഥയും. ഇത് കുട്ടികളുടെ പഠനത്തെയും സുരക്ഷയും ബാധിക്കുന്നതായി അധ്യാപകരും രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. ഈ വണ്ടി ഇവിടെ ഉള്ള പിള്ളേർ മൊത്തം പാവപ്പെട്ട പിള്ളേരാ. ഞങ്ങളും പിന്നെ ടാക്സ്, PTA സപ്പോർട്ട്, ടീച്ചേഴ്സ് എല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ട്. ഈ പിള്ളേർ തരുന്ന പൈസ എല്ലാം അതിന്റെ മെയിൻ്റെനൻസിനെ ചെലവാക്കി പോകുന്നുണ്ട്. ടാക്സ് അടയ്ക്കാനുള്ള പൈസ കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ വണ്ടി നല്ല കണ്ടീഷനാ. ഇത്തിരി സഹായം കിട്ടുവാണെങ്കിലും പിള്ളേർക്ക് നല്ല പ്രയോജനം കിട്ടും. ഈ പുതകൽ ഭാഗത്തൊക്കെ വരുന്ന പിള്ളേർ എല്ലാം ഇപ്പോൾ ട്രിപ്പ് വണ്ടിയിലാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടാതെ കിടക്കുന്നുണ്ട്. സഹായം കിട്ടുമ്പോൾ PTA നല്ല സപ്പോർട്ടാ. പേരൻസിന് അത്ര കൊടുക്കാനില്ല, പൈസ ഇല്ല. ഈ പാവപ്പെട്ട പിള്ളേരിനെ സഹായിക്കുവാണെങ്കിലും പ്രദേശവാസികളുടെയും അധികൃതരുടെയും സഹകരണം ലഭിച്ചാൽ ബസിന്റെ ആവശ്യമായ ടെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും PTA-യും. ബസ് സർവീസ് പുനരാരംഭിക്കുന്നത് ഈ മേഖലയിലെ നിരവധി കുട്ടികൾക്ക് ആശ്വാസമാകും. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.